കടമുണ്ടോ നിങ്ങൾക്ക്? കടമുണ്ടായിക്കോട്ടെ, ലോൺ ഉണ്ടായിക്കോട്ടെ, പലിശയൊക്കെ എടുത്തിട്ട് ഇടങ്ങേറായി നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. ജോലിയില്ലാത്തവർക്കും, ജോലിയിൽ ബറക്കത്തില്ലാത്തവർക്കും, സമ്പത്തിൽ ബറക്കത്തില്ലാത്തവർക്കും, പണം കിട്ടുന്നുണ്ട് കയ്യിൽ, പക്ഷെ അത് ഏത് വഴിയിലൂടെ ചിലവായി പോകുന്നു എന്നറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇൻഷാ അള്ളാഹ് കഴിയുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ കണ്ടു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കും റബ്ബിൻ്റെ ഹൈറായിട്ടുള്ള സമ്പത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. കടമുള്ള ആളുകൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അവർക്ക് പെട്ടെന്ന് തന്നെ കടത്തിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇനി അതേതാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ആളുകൾ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ എത്രയൊക്കെ അമലുകൾ ചെയ്താലും എൻ്റെ കാര്യം മാത്രം ഒന്നും നടന്നു കിട്ടണില്ല എന്നുള്ളത്. ഇന്ന് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആവശ്യമുള്ള അമലുകൾ നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും ഹൈറായിട്ടുള്ളൊരു മാർഗം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അതിൽ നിന്നുള്ള ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഞാനും അതുകൊണ്ട് ഒരുപാട് സന്തോഷവതിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു അമലിനെ ഉൾപ്പെടുത്താൻ കാരണം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ഒരു ലോകത്ത് മാത്രമല്ല കേട്ടോ, പരലോകത്തും ഇതിൻ്റെ ആ ഒരു അമല് നമുക്ക് ഇങ്ങനെ ലഭിച്ചു കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ നിസ്കാരമായിക്കോട്ടെ, നോമ്പായിക്കോട്ടെ, അതിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അമലുകൾ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കൂല അല്ലേ? പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് ഏതൊരു സമയത്തും ചൊല്ലാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുബ്ഹിയുടെ ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്താണെങ്കിൽ ഏറ്റവും ഹൈറ്. രാവിലെയും വൈകുന്നേരവും നമ്മളിത് ചെല്ലുന്നത് അത്യുത്തമം തന്നെയാണ്. പക്ഷേ ഇനി നിങ്ങൾക്ക് വൈകുന്നേരം ഒന്നും ചെല്ലാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ രാവിലെ ചെല്ലാം. രാവിലെ നമ്മുടെ സുബ്ഹിയുടെയൊക്കെ മുമ്പ് നമ്മൾ നീക്കുമല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് ചെല്ലാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മുടെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമൽ കൂടെയാണ് കേട്ടോ. മറ്റേതൊക്കെ അമലുകൾ ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല, ചെയ്താലും അതിലൊരു പിഴവുകൾ, അക്ഷരപ്പിഴവോ അല്ലെങ്കിൽ മനസ്സിനൊരു ആത്മാർത്ഥത ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു അമല് റബ്ബ് സ്വീകരിച്ചോളണമെന്നില്ല. അത് റബ്ബിലേക്ക് എത്താൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ചൊല്ലുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ പടച്ചോൻ്റെ തിരുസന്നിധിയിൽ ഇത് ഹാജരാകും. അപ്പോൾ അത്രയും മഹത്തായിട്ടുള്ള, അത്രയും ശക്തമായിട്ടുള്ള ഈ ഒരു അമലിനെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ആ ഒരു അമലിനെ ഇന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടല്ലോ, കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല. ഇത്തരത്തിൽ നിങ്ങളെ ലൈക്ക് ചെയ്താലുള്ളൂ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചേരുകയുള്ളൂ. അത്തരത്തിൽ എത്തിച്ചേർന്നാലുള്ളൂ അവർക്കും ഈ ഒരു അമലിനെ ചെയ്തിട്ട് ഇതിൻ്റെ ഫലം അവർക്കും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു അമലിനെ കഴിയുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഒന്ന് ശ്രമിക്കാം. ഈ ഒരു ചാനൽ എന്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഒരുപാട് അമലുകൾ, ഒരുപാട് ദിക്റുകൾ, ഒരുപാട് സലാത്തുകൾ, ഇതൊക്കെ നമ്മൾ ചെല്ലുന്ന ആളുകളാണ്. അപ്പോൾ എന്തൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കാര്യം നടന്നു കിട്ടണില്ല, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി കിട്ടണില്ല എന്നുള്ള കാര്യം. ഈ ഒരു പണം എന്നുള്ള സംഭവം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ വലിയൊരു കാര്യമാണല്ലേ. പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലുള്ളൂ നമ്മുടെ മക്കൾക്കായാലും, നമ്മുടെ ഉമ്മാക്കാണെങ്കിലും, നമ്മുടെ ഉപ്പാക്കാണെങ്കിലും, നമ്മുടെ കുടുംബത്തിനാണെങ്കിലും, നാട്ടുകാരുടെ ഇടയിലും, വീട്ടുകാരുടെ ഇടയിലും, കുടുംബക്കാരുടെ ഇടയിലും ഒരു വില ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ ആദ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകുന്ന ഒരു കുടുംബമായിരുന്നു. പെട്ടെന്ന് തന്നെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഉപ്പയുടെ ജോലിയൊക്കെ നഷ്ടമായിട്ട് വീട്ടിൽ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കുന്ന ആ ഒരു സമയത്ത് കുടുംബക്കാരിൽ നിന്നുള്ള, അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നുള്ള, അയൽവാസികളിൽ നിന്നുള്ളൊക്കെ സമീപനം നിങ്ങളോട് എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എത്രയൊക്കെ ഇനിയിപ്പോൾ പഠിപ്പും വിവരവും ഉണ്ടായിക്കോട്ടെ, പക്ഷെ പണം നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ
ആ ഒരു വ്യക്തിക്ക് ആ ഒരു നാട്ടിൽ, ആ ഒരു വീട്ടിൽ, ആ ഒരു കുടുംബത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകില്ല. ഇത് ഞാൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും ഒരുപാട് തവണ നമ്മുടെയൊക്കെ കയ്യിൽ പണം ഇല്ലാതെ ആകുമ്പോൾ പല ആളുകളുടെ സമീപനം കണ്ടിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് അതിഞ്ഞൊരു കുറച്ചാണെങ്കിൽ കൂടെ അതിൽ ബർക്കത്ത് റബ്ബ് നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഭർത്താവിൻ്റെ സാലറിയിലായിക്കോട്ടെ, നമ്മുടെ സാലറിയിലായിക്കോട്ടെ, അതുമല്ല ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന സമ്പത്തായിക്കോട്ടെ, അതിലൊക്കെ ബർക്കത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങൾ പൂർണ്ണമായിട്ടും വീട്ടിയിട്ട് അന്തസ്സോടുകൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അമലിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളും. സുബഹയുടെ ഒരല്പം മുമ്പ് നിങ്ങൾ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, തഹജ്ജുദ് നിസ്കാരം, കഴിയുമെങ്കിൽ അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ നിർബന്ധമായിട്ട് പറയുന്നില്ല, കാരണം നിസ്കരിക്കലും അല്ലാത്തതിരിക്കലും ഒക്കെ അവരവരുടെ തീരുമാനമാണ്. നിസ്കരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ തഹജ്ജുദിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ നിസ്കരിക്കുമ്പോഴുള്ളൂ നമുക്കതിൻ്റെ ഫലം കിട്ടുള്ളൂ അല്ലേ. അല്ലാതെ ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ട് നിങ്ങളോട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു അമലിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ ഒരു തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം അതേ ഇരിപ്പിലിരുന്നിട്ട് നിങ്ങളൊരു 1000 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഇതിനെ നമ്മൾ 1000 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് 1000 തവണ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു 100 തവണ ചൊല്ലുക. പക്ഷേ 1000 എന്നുള്ളത് ഞാൻ പറയാൻ കാരണം ഈ ഒരു അമലിൻ്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് അവരുടെ കടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ളൊരു വഴി തുറന്നു കൊടുത്തിട്ടുള്ള അമലാണ്. 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഈ ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്നുള്ള ഈ ഒരു ദിക്റിനെ നമുക്ക് ചൊല്ലി തീർക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അമലിനെ ഇത്തരത്തിൽ 1000 തവണ കുറച്ച് ദിവസം കഴിയുമെങ്കിൽ ഈ റമദാൻ വരെയെങ്കിലും നിങ്ങളിതൊന്ന് കൊണ്ടുപോയി നോക്കുകയാണെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുകയും തടസ്സങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സം മാറിയിട്ട് സാമ്പത്തികമായിട്ടുള്ള വഴി നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കടമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മറ്റാരെങ്കിലും ഉണ്ടാകുമല്ലോ, അവരിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക, അവർ ചെയ്താലും മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്തു നോക്കുക. അവരവരുടെ കാര്യങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ട് റബ്ബിൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. ആത്മാർത്ഥതയോട് കൂടെ ചെയ്യുക. റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട ദിക്റുകളുടെ രാജാവ് എന്ന് തന്നെ അറിയപ്പെടുന്ന ഈ ഒരു ദിക്റിനെ നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയമായിട്ട് പുതിയൊരു അറിവുമായിട്ട് ഇനി വീണ്ടും വരാം. ദുആ വസിയത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഖൈറും ഹലാലും ആയിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.